എല്ലാവർക്കും നമസ്തേ. ഇന്നൊരു മധുരമാകാം അല്ലേ? ഒരു ട്രഡീഷണൽ ഇന്ത്യൻ സോഹൻ ഹൽവയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. പേര് പോലെ തന്നെ ഹൽവ എന്ന് കേട്ടാൽ വളരെ സോഫ്റ്റായ വായിൽ അലിഞ്ഞിറങ്ങുന്ന ഒരു ഹൽവയല്ലിത്. അല്പം ഡെൻസായിട്ടുള്ള ഒരു സ്വീറ്റാണിത്. സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് 5 ടേബിൾ സ്പൂൺ മൈദ ഒരു ബൗളിലേക്ക് ചേർക്കാം. കൂട്ടത്തിലെ ഒരു 4 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, പാൽപ്പൊടി അതും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇതിനി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഹൽവ റെഡിയാക്കാനുള്ള ബൗള് ഒന്ന് റെഡിയാക്കി വെക്കാം. നിങ്ങളുടെ കയ്യിൽ പേപ്പർ കപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ പേപ്പർ ഗ്ലാസ് ആയാലും മതി. അതല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ ചെറിയ കട്ടോരി ആയാലും മതി. രണ്ടായാലും പെട്ടെന്ന് തന്നെ നമ്മുടെ ഹൽവ അതിൽ നിന്ന് വിട്ട് കിട്ടും. രണ്ടും അല്പം നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങളുടെ കയ്യിലുള്ളത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ പിസ്തയും കാഷ്യൂനട്ടും ആണ് ഉപയോഗിക്കുന്നത്. ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു പാനിലേക്ക് 1/4 കപ്പ് നെയ്യ് ചേർക്കാം. 1 കപ്പ് പഞ്ചസാര. ഒന്നിളക്കി പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി വരട്ടെ. ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്ത് വരണം. കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി കളറൊന്ന് മാറി വരണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി കൂടി ചേർത്ത് ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. തുടരെ നല്ല സ്പീഡിൽ ഇളക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി പോകും. കട്ടയൊന്നും ഇല്ലാതെ മിക്സാക്കി എടുക്കണം. ഈ ഒരു പരുവം എത്തണം. ഇനി ഇത്രയും മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്പൂൺ കൊണ്ടൊന്ന് പുറമൊക്കെ ലെവൽ ചെയ്ത് എടുക്കാം. ഒരു 15 മിനിറ്റ് ഒന്ന് സെറ്റ് ആകാനായിട്ട് മാറ്റി വെക്കാം. പേപ്പർ കപ്പൊക്കെ ആകുമ്പം ഇതുപോലെ കട്ട് ചെയ്ത് ഈസി ആയിട്ട് മാറ്റിയെടുക്കാം. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാം ഡീമോൾഡ് ചെയ്തെടുക്കാം. എല്ലാം ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതും എന്നാൽ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്വീറ്റാണിത്. ഇത് കുറച്ച് ഹാർഡായിട്ടുള്ളൊരു സ്വീറ്റാണ്. ഞാൻ പറഞ്ഞതുപോലെ സ്പൂൺ കൊണ്ട് ഒന്ന് തട്ടിയാൽ പൊട്ടിക്കിട്ടും. മുറിച്ച് കഴിക്കേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം. അതല്ല മുഴുവനായിട്ട് വേണമെങ്കിൽ ഇതുപോലെ കടിച്ചും നമുക്ക് തിന്നാം. ഈ ഒരു സോഹൻ ഹൽവയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് എഴുതണേ. കറി വിത്ത് അമ്മയിലെ അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളിൽ ഒരുപാട് പേര് ഈ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയി എന്ന് അറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും റെസിപ്പി അമ്മ വഴി കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ തീർച്ചയായും ഫീഡ്ബാക്സ് വഴി അറിയിക്കണം. ഞങ്ങൾ അത് ഞങ്ങളുടെ റെസിപ്പീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. കറി വിത്ത് അമ്മ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ നന്ദി. ഗുഡ് ബൈ.